താനൂരാക്രമണം, കുടിയിറക്കപ്പെടുന്നവർ എവിടേക്ക് പോകണം? ഏറെ ദിവസങ്ങളായി താനൂരിൽ ആക്രമണം നടക്കുകയാണ്. ഇത് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. കുടിയിറക്കപ്പെടുന്നവർ എവിടേക്ക് പോകണം? ലീഗുകാരുടെ പ്രകോപനത്തിൻ്റെ കാരണമെന്ത്? എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്? സമാധാനപരമായി പര്യവസാനിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൊണ്ട് എല്ലാം പരിഹാരമാകുമോ? കുടിയിറക്കപ്പെട്ട പാവങ്ങൾ എവിടേക്ക് പോകണം? കീഴാള വിരുദ്ധതയോ ഇതിനൊക്കെ കാരണം? ഇന്ന് നമ്മൾ ന്യൂസ് ആൻഡ് വ്യൂസ് വിശദമായ ചർച്ചയിലേക്ക് പോകുന്നു. വി അബ്ദുറഹ്മാൻ MLA, മായിൻ ഹാജി, ഇ ജയൻ, BRM ഷഫീർ, ഭാസ് സുരേന്ദ്ര ബാബു എന്നിവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ ചേരുന്നത്. താനൂരാക്രമണം ചിലരുടെ അസഹിഷ്ണുതയുടെ സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംഘർഷം നിയന്ത്രണ വിധേയമാക്കുകയാണ് പോലീസ് ചെയ്തത്. കണ്ടാൽ അറിയാവുന്ന 2000-ൽ പരം പേർക്കെതിരെ കേസെടുത്തെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി. തുടർന്ന് ഒട്ടേറെ വാക്കേറ്റങ്ങളും നടന്നു. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഇരിക്കുന്നത് മറ്റൊരിടത്തേക്കാണ്. ചർച്ചയെ മറ്റൊരിടത്തേക്ക് കൂടി വിന്യസിക്കേണ്ടതുണ്ട്. അതായത് കുടിയിറക്കപ്പെട്ടവർ മത്സ്യത്തൊഴിലാളികളാണ്. ആക്രമണം ലീഗിൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യമായി ഉണ്ടായത്. അതുണ്ടായത് എങ്ങനെയാണ്, എന്താണ് എന്നതൊക്കെയും ചർച്ച ചെയ്യപ്പെടണം. എതിരഭിപ്രായമുണ്ടെങ്കിൽ ലീഗിൻ്റെ മായിൻ ഹാജിക്ക് അത് രേഖപ്പെടുത്തുകയും ചെയ്യാം. ആദ്യം ശ്രീ വി അബ്ദുറഹ്മാൻ MLAയിലേക്ക്. താങ്കൾ ഇന്ന് പറഞ്ഞു ലീഗാണ് ആക്രമണം നടത്തിയതെന്ന്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു അസഹിഷ്ണുതയാണ് കാരണമെന്ന്. താങ്കൾ സ്ഥിരമായി ലീഗ് മത്സരിച്ച് ജയിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ ഇടതു സ്വതന്ത്രനായി താങ്കൾ ജയിച്ച അന്നു മുതലുള്ള അസഹിഷ്ണുതയാണോ മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്? എന്താണ് ഈ സംഘർഷത്തിൻ്റെ അടിസ്ഥാന കാരണം? ആദ്യമായി 1988-ൽ ലീഗിൽ നിന്നും ഒരു സംഘം ആളുകൾ രാജിവെച്ച് CPM-ൽ ചേരുകയാണ്. അന്നാണ് ലീഗുമായിട്ടുള്ളൊരു സംഘർഷം CPM ഉണ്ടാവുന്നത്. അതിനുശേഷം നിരന്തരമായി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ താനൂരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ പഴയകാല പ്രവർത്തകർ എന്നും നല്ല സ്നേഹമുള്ളവരും ആ നാട്ടിലെ പൊതുകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരും നാടിൻ്റെ പൊതുവികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നും മുസ്ലിം ലീഗിലുണ്ട്. അവരൊന്നും ഇത്തരം അക്രമങ്ങളെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ആക്രമണം നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ സത്യത്തിൽ ലജ്ജ തോന്നുന്ന രീതിയിലാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്നും മത്സ്യം പിടിച്ച് തിരിച്ചു പോകുമ്പോൾ അവർ ഉടുത്തിരുന്ന അടിവസ്ത്രത്തിൻ്റെ കളർ ചുവപ്പാണെന്ന് മോട്ടോർ സൈക്കിൾ കാറ്റടിച്ച് നോക്കുമ്പോൾ കണ്ടു. ഇതിന് വേണ്ടിയിട്ടാണ് അവർ നടു റോഡിൽ തടഞ്ഞിട്ട് ആദ്യമായിട്ട് മർദ്ദിക്കുന്നത് കഴിഞ്ഞ ദിവസം. അതിനുശേഷം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, +2 വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ നടു റോഡിലിട്ട് അപമാനിക്കുന്നു. ഇങ്ങനെയാണ് അവിടെ ഈ സംഘർഷം ഇത്തവണ പൊട്ടിപ്പുറപ്പെട്ടത്. 4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും അവിടെ ഏരിയ സെക്രട്ടറി അടങ്ങുന്ന മുഴുവൻ പേരും ഒന്നിച്ച് ഈ പ്രദേശങ്ങളെല്ലാം സഞ്ചരിച്ചിട്ടുണ്ടായി. 8ഓളം വീടുകൾ നിഷ്ഠൂരം അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അവിടുത്തെ സ്ത്രീകളെ അപമാനിച്ചു, കുട്ടികളെ കയ്യേറ്റം ചെയ്തു, വയസ്സായ ആളുകളെ തെറി വിളിച്ചും എന്തെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ചെയ്തു. സങ്കടം അവർ പറയുന്നു. നമ്മൾ എന്തു ചെയ്യണം? സ്വാഭാവികമായും ശക്തമായിട്ടുള്ള പോലീസ് നടപടിയിലേക്ക് നീങ്ങുന്നു. പക്ഷേ പോലീസ് നടപടി എടുക്കുന്നു. 114 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 2000-ൽ പരം പേരെ കണ്ടാലറിയാവുന്നവർക്കെതിരെ കേസ് ചുമത്തി. സമാധാന അന്തരീക്ഷം പുലർത്താൻ പോലീസ് ശ്രമിച്ചു എന്ന് സർക്കാർ സഭയിൽ പറഞ്ഞു, മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് മാത്രം തീരുമോ? അത്തരത്തിലൊരു രാഷ്ട്രീയ ചക്കളത്തി പോരാട്ടത്തിൻ്റെ മറുപടി എന്നോണം സർക്കാരിൻ്റെ വേർഷൻ വന്നാൽ മാത്രം മതിയോ? അവിടെ കുടിയിറക്കപ്പെട്ടവരില്ലേ? ഫുട്ബോൾ ടൂർണമെന്റ് ടീം കിടന്നുറങ്ങുന്ന സമയത്ത് ആക്രമണം നടത്തിയില്ലേ? തീർച്ചയായിട്ടും. കുടുംബ വീടുകളിലല്ലേ പല സ്ത്രീകളും ഇന്ന് കഴിയുന്നത്? അവരെ തിരിച്ചു കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കാൻ എന്തൊക്കെ നടപടിക്രമങ്ങൾ ചെയ്യണം? ഇനിയും ഈ അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? താങ്കൾ അവിടെ MLA ആയതിനു ശേഷമാണ് ലീഗ് ഇങ്ങനെ പ്രകോപനം നടത്തുന്നത് എന്നാണ് CPIM-ൻ്റേത് അടക്കമുള്ള ഇടതഭിപ്രായം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വം താങ്കളിലേക്കുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ 60 വർഷങ്ങൾക്ക് ശേഷം CH മുഹമ്മദ് കോയ സാഹിബ്, അതിനുശേഷം അന്തരിച്ച E അഹമ്മദ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്ന മണ്ഡലമാണ് താനൂർ. അവിടെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ച് വിജയം നേടുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ വികാരം അവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചു എന്നതൊരു വസ്തുതയാണ്.
ഈ മാറ്റത്തിൽ ഇഷ്ടപ്പെടാത്ത ലീഗിലെ വലിയൊരു വിഭാഗം ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അത് അവിടെ എല്ലാവർക്കും അറിയുന്നൊരു സത്യമാണ്. പക്ഷേ ഇന്നത്തെ സ്ഥിതിയല്ല. അവിടെ കുടുംബങ്ങളായി താമസിക്കുന്ന നിരവധി സ്ത്രീകൾ അവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. അവർ സുരക്ഷിതമായ സ്ഥാനം അവർക്ക് നൽകേണ്ടതുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ അവരുടെ അതാത് വീടുകളിൽ അവരെ താമസിപ്പിക്കേണ്ടതുണ്ട്. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിരവധി ശ്രമങ്ങൾ നടക്കുകയാണ്. നാളെ അവിടെ സമാധാന ചർച്ച വിളിച്ചു ചേർത്തിട്ടുണ്ട് പ്രാദേശികമായിട്ട്. അതിനുശേഷം അതിൽ നിന്നും ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ അനുസരിച്ച് സർക്കാർ വീണ്ടും എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയും, സമാധാനം നിലനിർത്താൻ, അതെല്ലാം ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. ഇന്ന് എൻ ഷംസുദ്ദീൻ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇത് രൂപപ്പെടുന്ന സാഹചര്യത്തിൽ നിയമസഭയിൽ താങ്കളുടെ ഒരു വാക്കാണ് പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കിയത്. അതിൻ്റെ കാരണമെന്ത്? എന്തായിരുന്നു താങ്കൾ പറഞ്ഞത്? സ്ത്രീകളെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട്. സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ ഏത് ആക്രമണത്തിലും സ്ത്രീകളെ സ്വഭാവഹത്യ നടത്തുക എന്നത് ഒരു സ്ഥിരം പല്ലവിയാണ് അവിടെ. ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഏതെല്ലാം രീതിയിൽ സ്ത്രീകൾ നടന്നു പോകുന്ന സമയത്തായാലും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തായാലും ഇതൊരു സ്ഥിരം പല്ലവിയാണ്. അവിടെ VHS ഹൈസ്കൂളുണ്ട്. അവിടെയുള്ള വിദ്യാർത്ഥികളോട് അന്വേഷിച്ച് അറിയാൻ പറ്റും. ക്ലാസ് നടക്കുന്ന സമയത്ത് ലീഗിൻ്റെ ഗുണ്ടകൾ ആ സ്കൂളുകളിൽ മോട്ടോർ ബൈക്കിൽ കയറി കമാൻഡ് അടിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. നിരവധിയായ പരാതികൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷേ അന്നൊന്നും പ്രശ്നങ്ങൾ ഗൗരവമാക്കിയെടുക്കാതെ എങ്ങനെയെങ്കിലും സമാധാനം നിലനിർത്തുക, കൂടുതൽ പ്രശ്നങ്ങൾ പോവാതിരിക്കുക എന്നൊരു രീതിയാണ് പോലീസ് സ്വീകരിച്ചത്. അവിടുത്തെ മാധ്യമപ്രവർത്തകരെയും അവിടുത്തെ ചിലരെയും ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത് ശരിയാണ്, ലീഗാണ് അത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ എല്ലാ തവണയും അങ്ങനെയാണ്, ഇത്തവണയും അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ അത് മൂർച്ഛിക്കാൻ കാരണം വി അബ്ദുറഹ്മാൻ MLA എന്ന ആൾ അവിടെ കുറേ പിടിപ്പുള്ള ആളാണ്. അദ്ദേഹം ഇത്തരം ആക്രമണങ്ങൾ നടത്തിയാൽ അത് കൊണ്ടുകൊണ്ട് തിരിച്ചു പോകുന്ന സ്വഭാവമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീറാണ് കൂടുതലായി ഈ ആക്രമണത്തിന് എരിവും തീയും ഒക്കെ പകർന്നത് എന്നൊരു വാദമുണ്ട്. അതിനോടുള്ള താങ്കളുടെ മറുപടി? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് രാത്രിയിലാണ് മുസ്ലിം ലീഗ് ഉണ്ണിയാൽ കയറി ആക്രമിച്ചത്. അതിനു മുമ്പ് അവിടെ 2 വീടുകളിൽ ആക്രമണം നടത്തി. അത് ഈ താനൂർ തിരൂർ ബോർഡറിലാണ്. ഇത് എല്ലാം തീരദേശത്താണ്. താനൂരിൻ്റെ തീരദേശ പ്രദേശം നിറമരുതൂർ പഞ്ചായത്തിലാണ്. അതിനുശേഷം ഈ താനൂരിൽ ഇത്തരങ്ങൾ സംഭവങ്ങൾ ഉണ്ടായി. സ്വാഭാവികമായും അവിടുത്തെ MLA എന്ന രീതിയിൽ അപകടം നടന്ന അല്ലെങ്കിൽ ഇത്തരം അക്രമങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ അവരെ സന്ദർശിച്ച്, അത് മുസ്ലിം ലീഗ് ആയാലും CPM ആയാലും മറ്റേത് പാർട്ടിയായാലും അവിടെ എത്തിപ്പെട്ട് അവരെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കുക എന്നത് എൻ്റെ കടമയാണ്. ഇതനുസരിച്ചാണ് ഞാൻ അവിടെ പോകുന്നതും അവരുമായി സംസാരിക്കുന്നതും. സ്വാഭാവികമായും ഞാൻ അവിടെ ഉപയോഗിക്കേണ്ട വാക്കെന്താ? അക്രമം ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, സമാധാനത്തിൻ്റെ മാർഗമാണ്. അക്രമം കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് തക്കതായ നടപടികൾ പോലീസിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും എൻ്റെ ഡ്യൂട്ടി എന്ന രീതിയിൽ ഞാനത് പറയുന്നു. അത്രയേ ഉള്ളൂ. ശ്രീ മായിൻ ഹാജി, എന്താണ് ലീഗിൻ്റെ ഈ കീഴാള വിരുദ്ധതയ്ക്ക് അടിസ്ഥാനം? ഇതെൻ്റെ വാക്കല്ല, ഒരുപക്ഷേ ആ ചോദ്യങ്ങളെ ഞാൻ പ്രതിനിധീകരിക്കുകയാണ്. നിരവധി പേരുടെ അഭിപ്രായം ഇത്തരത്തിലൊരു പരാതിയും പരിഭവവുമായി ലീഗിൻ്റെ മേളിലുണ്ട്. പുഞ്ചിരിക്കുന്ന പാണക്കാട് തങ്ങളുടെ പിന്നിലാണ് തങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധത, കീഴാള വിരുദ്ധത ഒക്കെ ലീഗിനുണ്ടോ? നാദാപുരത്തായാലും മാറാടായാലും ഇവിടെയും നിങ്ങൾക്കിതുണ്ട് എന്നൊക്കെയാണ് അനൗദ്യോഗികമായി ചിലർ പറയുന്നത്. ഇതിനോടുള്ള ലീഗിൻ്റെ മറുപടി താനൂർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീ മായിൻ ഹാജി? അജിംസാദ് ഇപ്പോൾ ഒരു ആങ്കർ മാത്രമാണ്. താങ്കൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും, അത് ഇല്ല. ഞാൻ ചോദ്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ചോദ്യത്തെ പ്രതിനിധീകരിച്ചല്ലോ. അബ്ദുറഹ്മാനോട് ചോദിച്ച ചോദ്യത്തെ പ്രതിനിധീകരിച്ചൊന്നുമല്ല. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തില് അജിംസാദും അബ്ദുറഹ്മാൻ MLA പറയുന്നത് പോലെയുള്ള ഒരു ആക്രമണം മുസ്ലിം ലീഗ് താനൂര് മാത്രമല്ല കേരളത്തിൽ എവിടെ അയച്ചുവിട്ടിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടി അല്ല മുസ്ലിം ലീഗ്. മാർക്സിസ്റ്റ് പാർട്ടികൾ താനൂര്, ഉദാഹരണത്തിന് താനൂര് കഴിഞ്ഞ 10 കൊല്ലം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അവിടുന്ന് MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു 10 കൊല്ലം ഉണ്ടല്ലോ, ഒന്ന് അതിലേക്കൊന്ന് റീവൈൻഡ് ചെയ്യൂ താങ്കളുടെ മൈൻഡ് ഉണ്ടെങ്കിൽ.
പക്ഷപാതമല്ലാത്ത രൂപത്തിൽ താങ്കൾ റീവൈൻഡ് ചെയ്താൽ താങ്കൾക്ക് അല്ല, ഈ അഹമ്മദ് സാഹിബ് ഭരിക്കുന്ന ഘട്ടത്തിലൊന്നുമല്ല. അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം അവിടെയാണ് മായിൻ ഹാജി, അവിടേക്ക് തന്നെ താങ്കൾ എത്തി. അതായത് വി അബ്ദുറഹ്മാൻ എന്ന ഒരു ഇടത് സ്വതന്ത്രൻ നിങ്ങളുടെ പാളയത്തിൽ നിന്ന് ജയിച്ച അന്നു മുതലുള്ള അസഹിഷ്ണുതയാണെന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയും നിയമസഭയിൽ പറയുന്നത്. അത് ശരിവെക്കുന്ന വാദമാണ് ശ്രീ അബ്ദുറഹ്മാൻ MLA പറയുന്നത്. അവിടേക്ക് തന്നെ താങ്കൾ എത്തി, പറയൂ. അബ്ദുറഹ്മാൻ MLA പറയുന്നതിനെ എൻഡോഴ്സ് ചെയ്യൽ താങ്കളുടെ കടമയാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള, എന്നോട് തീർച്ചയായും പറയാനുള്ള മറുപടി പറയാനുള്ള അവസരം താങ്കൾ തന്നിരിക്കണം. തീർച്ചയായും താങ്കളുടെ ചാനലിന്റെ ഗസ്റ്റാണ് ഞാൻ, അതെനിക്ക് തന്നിരിക്കണം. അത് തരാത്ത പക്ഷം താങ്കളുമായുള്ള ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യമില്ല. താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇല്ലില്ല, അങ്ങനെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് മറിച്ച് ആഡ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു മറുപടിയിലേക്ക് കാര്യങ്ങളെത്തും ലക്ഷോപലക്ഷം ജനങ്ങൾ ഇത് കാണും എന്ന ഉദ്ദേശത്തോടു കൂടി താങ്കൾ അതിൽ ഇടപെട്ടാൽ പിന്നീട് ഞാൻ തുടരുന്ന പ്രശ്നമേ പറഞ്ഞോളൂ. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നെ തുടരാൻ കിട്ടുകയില്ല. താങ്കൾ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. അബ്ദുറഹ്മാന്റെ സ്ഥാനത്ത് താങ്കൾ ഇരിക്കണം. സമയം പോകുന്നു, പറഞ്ഞോളൂ. അപ്പോ അവിടെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ തുടക്കത്തിൽ ഒരു ലീഗ് പ്രവർത്തകനെ മാർക്സിസ്റ്റുകാർ മർദ്ദിച്ചു കൊന്നു. അന്ന് മർദ്ദിച്ചു കൊന്ന സംഭവത്തില് റാസിഖ് എന്ന യൂത്ത് ലീഗ് പ്രവർത്തകനെയാണ് മർദ്ദിച്ചു കൊന്നത്. അന്ന് രണ്ടത്താണി അബ്ദുറഹ്മാൻ അവിടെ MLA ആയ ഉടനെ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി അവിടെ ഇറങ്ങി ഒരു സാധാ പ്രവർത്തകനെ പോലെ പ്രവർത്തിച്ച് ആ നാട് ശാന്തമാക്കി. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ മാർക്സിസ്റ്റുകാർ ക്രൂരമായി കൊന്നിട്ടും നിയമത്തിന്റെ പരിധി വിട്ട് 1 ഇഞ്ച് പോലും മുസ്ലിം ലീഗുകാർ പ്രവർത്തിച്ചിട്ടില്ല. തുടർന്ന് 10 കൊല്ലം ശാന്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് വന്നു, അബ്ദുറഹ്മാന്റെ പണച്ചാക്കൊഴുകുകയാണ് അവിടെ. അബ്ദുറഹ്മാൻ ഉണ്ടല്ലോ അവിടെ. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇല്ലാത്തൊരു അക്രമ കഥയുണ്ടാക്കി കൈക്ക് ബാൻഡേജ് ഇട്ട് ആളുകളെ കാണിച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ബാൻഡേജ് ഇല്ലാത്ത കൈയുമായി കാർ ഓടിക്കുന്നതും മറ്റുമൊക്കെ എല്ലാവരും കണ്ടതാ. അങ്ങനെയുള്ള നാടകത്തിന്റെ പേരിലാണ് അബ്ദുറഹ്മാൻ അവിടെ ജയിക്കാൻ സാധിച്ചത്. എന്നതിന് ശേഷം അബ്ദുറഹ്മാൻ അവിടെ നല്ല മനുഷ്യരുടെ ഇടയിൽ സ്ഥാനം കിട്ടാൻ മനസ്സിലായി അവിടെ ഗുണ്ടകളെ വളർത്തുകയാണ്. അവിടെ ദേശത്തൊക്കെ ഭീതി പടർത്തി മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂരിൽ ചില ഗ്രാമങ്ങളിലൊക്കെ ചെയ്തതുപോലെ ഭീതി പടർത്തി അത് വളർത്തി ആ പ്രദേശമാകെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അബ്ദുറഹ്മാന്റെ പണത്തിന്റെ ഹൂങ്കാണ് ഇപ്പോൾ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. ക്ഷമിച്ച് ഞാൻ പറയട്ടെ അജിം സാർ, ഞാൻ പറയട്ടെ. ക്ഷമിച്ച് എല്ലാം സഹിച്ചടുത്ത ജനങ്ങളിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ എന്താ മിഞ്ഞാന്നുണ്ടായ ബോംബ് ആരതാ? അബ്ദുറഹ്മാന്റെ പണത്തിന്റെ പോൾ മാർക്സിസ്റ്റുകാർ എറിഞ്ഞതാ. കഴിഞ്ഞ മഞ്ഞാന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് എന്റെ അറിവ് അങ്ങനെ. അല്ല, സി മമ്മൂട്ടിയുടെ ഒരു ആഹ്ലാദ പ്രകടനത്തിനിടെ ബോംബേർ കണ്ട് കുഴഞ്ഞു വീണ ഒരാൾ മരിച്ചില്ലേ? ബോംബേർ കണ്ട് കുഴഞ്ഞു വീണതൊന്നല്ല. അയാൾ നേരത്തെ ഹാർട്ട് അറ്റാക്കിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ലീഗ് ജയിച്ചു എന്ന് കേട്ടപ്പോഴുണ്ടായ ആഘാതത്തിൽ മരിച്ചുപോയതാ. അതൊക്കെ അന്ന് കുറെ ചർച്ച ചെയ്തതാ. അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കണുണ്ട്. എന്നതിന് ശേഷം അതിന്റെ പേരിൽ അവിടെ ആക്രമണം ഉണ്ടായോ? അങ്ങനെ ഉണ്ടെങ്കിൽ ലീഗ് പ്രവർത്തകൻ റാസിഖിനെ കൊന്നിട്ട് മുസ്ലിം ലീഗുകാർ തിരിച്ചടിക്കാൻ കഴിയാത്തവരാ താന്നൂര്. അതാണ്ട് എന്തോ മറുപടി ഉണ്ടെന്ന് വി അബ്ദുറഹ്മാൻ MLAക്ക് ഇതിന് മറുപടി ഉണ്ടെന്ന്. ഈ കഴിഞ്ഞ ദിവസം മാർക്സിസ്റ്റുകാർ ബോംബ് എറിഞ്ഞാണ് അവിടെ കലാപം വീണ്ടും തുടങ്ങുന്നത്. തുടങ്ങിയ മാർക്സിസ്റ്റുകാർ മഞ്ഞാന്ന് രാത്രി മുഴുവൻ അവിടെ ഭീകര താണ്ഡവമായിരുന്നു. ഒരു മനുഷ്യൻ പുറത്തിറങ്ങിയിട്ടില്ല. മുസ്ലിം ലീഗുകാർ ഭീകര താണ്ഡവമായിരുന്നു. അത് മാർക്സിസ്റ്റുകാർക്ക് സാധിക്കാത്തത് പോലീസ് ചെയ്തു പോരാത്തത്. ഒരു തവണ 100 കണക്കിന് വീടുകളാണ് അവിടെ അടിച്ചു തകർത്തത്. 100 കണക്കിന് വാഹനങ്ങൾ, 2 ചക്രം 4 ചക്രം വാഹനങ്ങൾ അവിടെ അടിച്ചു തകർത്തിട്ടുണ്ട്. 50 കാറുകളുണ്ട് അടിച്ചു. അതാണ് വി അബ്ദുറഹ്മാൻ, ശ്രീ വി അബ്ദുറഹ്മാൻ MLA. അതായത് മായിൻ ഹാജി പറയുന്നത് ഇങ്ങനെയാണ്: രണ്ടത്താണി ഉള്ളപ്പോൾ, അഹമ്മദ് ഉള്ളപ്പോൾ, CH ഉള്ളപ്പോൾ ഒന്നും അവിടെ ഒരു അക്രമവും ഇല്ലായിരുന്നു. കഴിഞ്ഞ 10 വർഷം മാത്രം ഉദാഹരണത്തിനെടുക്കൂ. താങ്കൾ വന്നതിന് ശേഷമാണ് അവിടെ അക്രമം പുറപ്പെട്ടത്. അതിന് താങ്കളുടെ പണവും പിടിപ്പും ഒക്കെ കാരണമായി എന്ന ആരോപണമാണ്. മറുപടി ഉണ്ടോ അതിന്? 2000 പാർട്ടി ഓഫീസ് കയറി ആക്രമിച്ചു മുസ്ലിം ലീഗ്.
ആ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനമാണ് കൊല്ലപ്പെട്ട്. അതിൽ 30 പേരെ പ്രതി ചേർത്ത് കേസ് കൊണ്ടുവന്നു. കേസ് സുപ്രീം കോർട്ട് വരെ നീണ്ടു. ഇവരെ മുഴുവൻ നിരപരാധികളാണെന്ന് കണ്ട് സുപ്രീം കോർട്ട് വിട്ടയച്ചു. 4 വർഷത്തിന് ശേഷം നിരപരാധികളെ 4 വർഷം ഇവർ ജയിലിലടച്ചു. അതിനുശേഷം ഈ കഴിഞ്ഞ ഇപ്പോൾ മായനാജി പറയുന്ന അക്രമത്തിൽ ഏതെങ്കിലും CPM-കാരൻ ഏതെങ്കിലും വീട് കയറി ആക്രമിച്ചു എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. 2, അദ്ദേഹം പറഞ്ഞ ബോംബെറിഞ്ഞു കത്തിച്ചു എന്ന് പറഞ്ഞ വീട് ഒറ്റക്ക് ആരും താമസമില്ലാത്തൊരു വീട്ടിൽ രാത്രിയിൽ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ തന്നെ പെട്രോൾ ഒഴിച്ച് ആ വീടിന് തീ കൊടുക്കുകയുണ്ടായത്. അതിനുശേഷം പോലീസ് ആ ഭാഗത്ത് പോയ സമയത്താണ് വീണ്ടും നിരവധിയായ വീടുകൾ മറുഭാഗത്ത് വന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അടിച്ചു തെറിപ്പിച്ച്. വീണ്ടും ഞാൻ പറയുന്നു, ഏതെങ്കിലും CPM പ്രവർത്തകൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷത്തിൽ ഏതെങ്കിലും വീടുകൾ അടിച്ചു തകർത്തു എന്ന് തെളിയിക്കാൻ മായനാജി കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. മായനാജി ആ തെളിയിക്കാൻ കഴിയുമോ? വെല്ലുവിളിച്ചു MLA. തെളിയിക്കാൻ കുഞ്ഞായിത്തന്റെ പുരയിൽ സൈനബ എന്നവരുടെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. കുട്ടിരായന്റെ പുരക്കൽ സംസുവിനെയാണ് വാളുകൊണ്ട് വെട്ടിയത്. സംസു തന്നെ പോയ സാക്ഷി. വെള്ളം കൊണ്ടുപോകുന്ന കുടിവെള്ളം കൊണ്ടുപോയിരുന്ന സുൽഫിക്കർ നജാത്ത് എന്ന് പറയുന്ന 2 വാഹനം ആക്രമിച്ച് തകർത്തു. അത് കത്തിച്ചു, തീയിട്ട് കത്തിച്ചു. കാളാട്ട് ബഷീറിന്റെ ബോട്ടിന്റെ യന്ത്രങ്ങളും വലകളും മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന ആ സഹോദരന്റെ എല്ലാ ആശയും തകർത്തുകൊണ്ട് കത്തിച്ചു കളഞ്ഞു. കാളാട്ട് ബഷീറിന്റെ യന്ത്രങ്ങളും വലകളും വെച്ച് ചാപ്പപ്പടി, ആൽബസാർ. ശരി മായനാജി, താങ്കളിലേക്ക് എത്താം. തകർത്തു. കഴിഞ്ഞ 2 ദിവസമാണ് നടത്തിയത്. അതെ, മനസ്സിലായി. അത്തരത്തിൽ ആക്രമണം നടത്തി എന്ന ലീഗിന്റെ ആരോപണങ്ങൾ, ഒരുപക്ഷെ ആക്രമണത്തിന്റെ ഭാഗമായി പ്രത്യാക്രമണങ്ങൾ ഉണ്ടായി എന്നതാണോ കാണേണ്ടത്? ഇവിടെ പ്രധാനമായും MLA-യിൽ നിന്ന് അറിയേണ്ടത് താങ്കളാണ് ഇതിന്റെ ഉത്തരവാദി എന്നാണ് പറയുന്നത്. കാരണം താങ്കൾ അവിടെ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ അസഹിഷ്ണുത ഉണ്ടായെങ്കിൽ തന്നെ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ പുനരധിവാസം ഒരു വിഷയമാണ്, സ്ത്രീകളുടേത്. ആരാധ്യനായ സ്വാതന്ത്ര്യ സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ആക്രമിച്ച പ്രദേശമാണ് ഈ പ്രദേശം. വർഷങ്ങൾക്ക് മുമ്പ് അസഹിഷ്ണുത എന്ന വാക്കിന് അന്നും ഇതേ തന്നെയായിരുന്നു അർത്ഥം. സഖാവ് K ദാമോദരൻ മത്സരിച്ച സമയത്ത് 2 വോട്ട് അവിടെ നിന്നും ദാമോദരന് ലഭിച്ചു, സഖാവിന് ലഭിച്ചു. അതിൻ്റെ പേരിൽ നാട്ടുകൂട്ടം കൂടി ഫത്ത് പേർക്ക് പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ഉമ്മൈത്താനകത്ത് കുഞ്ഞിക്കാദർ, വക്കം അബ്ദുൽ ഖാദർ തുടങ്ങിയ ആളുകളെ ഒറ്റിക്കൊടുത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒറ്റിക്കൊടുത്ത് തൂക്കുകയലെത്തിയ പാരമ്പര്യമുള്ള മുസ്ലിം ലീഗിന്റെ പ്രദേശമാണ് ഈ പറയുന്നത്. കുപ്രസിദ്ധമാണ്. ഇത് പറയുമ്പോൾ എന്തെങ്കിലും പേരിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിൽ ഒരു പൊടിയോളം വസ്തുത ഉണ്ടാവണമെന്നാണ് എനിക്ക് മായനാജിനോട് പറയാനുള്ളത്. തീർച്ചയായും. ഷഫീർ, കോൺഗ്രസ് പ്രതിനിധിയായ ഷഫീറിലേക്ക്, അതായത് ലീഗ് സ്ഥലത്ത് സംഘർഷമുണ്ടാക്കുന്നു, സ്ത്രീകളെ അപമാനിക്കുന്നു എന്ന രീതിയിലുള്ള വാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ വി അബ്ദുറഹ്മാൻ MLA-ക്കെതിരെ പ്രതിപക്ഷം, ലീഗ് പ്രത്യേകിച്ച് വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തി നിയമസഭയിൽ നിന്ന്. സ്വാഭാവികമാണ്. ഒപ്പം ലീഗിനെ മാത്രം അങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സ്വാഭാവികമാണ്. പക്ഷേ അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന ആവശ്യം സ്പീക്കറിനും അബ്ദുറഹ്മാനും എതിരായ ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇവിടെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലെ സഭാരേഖ നീക്കൽ എന്ന രാഷ്ട്രീയത്തെയാണ് പിടിച്ചത്. ഒരാരോപണം. 1. 2, ആക്രമണത്തിന് ഇരയായ സ്ത്രീകൾ, കുട്ടികൾ അടക്കമുള്ളവർ ഒക്കെ മത്സ്യത്തൊഴിലാളികളാണ്, കീഴാള വർഗങ്ങളാണ്. ആ വർഗ സ്വഭാവം കൂടി ഇതിൽ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ? താനൂർ കേന്ദ്രമാക്കി മുസ്ലിം ലീഗിൻ്റെയും CPM-ൻ്റെയും സംഘർഷത്തെ വളർത്തിയെടുത്തുകൊണ്ട്
മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഒരു ഭരണകൂടത്തിന്റെ ഒരു ഭീകരതയാണ് ഇന്നലെ താനൂരിൽ നടന്നതാണ്. ഞങ്ങൾക്ക് ഇന്നലെ അല്ല ഷഫീറെ, ഇന്നലെ അല്ല നടന്നത്. 2 ദിവസമായി ഇത് നടക്കുന്ന സംഭവം. 2 ദിവസമല്ല. ഇത് അബ്ദുറഹ്മാൻ ആ സീറ്റ് ലഭിച്ചത് മുതൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ടും പലരും നടക്കുന്നു എന്നാണ് അവിടെ നിന്ന് വാർത്തകൾ വരുന്നത്. പറയൂ. അവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോ അത് പൊളിറ്റിക്കലൈസിൽ നിന്നും വർഗീയ കലാപത്തിലേക്ക് മാറുന്നു. ചാപ്പപ്പടി, എളന്നൂർ ചാപ്പപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി 9:45 സൈനബ എന്ന് പറയപ്പെടുന്ന ആളിന്റെ വീടിന് നേരെ അന്യായമായി പെട്രോൾ ബോംബ് എറിയപ്പെടുന്നു. അവിടെ പോലീസും നാട്ടുകാരും കൂടെ ചേർന്ന് പെട്രോൾ ബോംബ് എറിഞ്ഞ വീട് പിന്നെ വെള്ളമൊഴിച്ച് കെടുത്തുന്നു. ഉടൻ തന്നെ അതിന്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ സംഘർഷമുണ്ടാകുന്നു. സംഘർഷം വ്യാപിക്കുന്നു. എന്നിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊട്ടേഷൻ സംഘങ്ങളെ പോലെ വീടിനകത്ത് കയറി വീട്ടുപകരണങ്ങളും അവിടെ വാഹനങ്ങളും തല്ലി തകർക്കുന്നു. ഇവിടെ ഫക്കീർ പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഫക്കീർ പള്ളി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിരത്തിയിട്ടിരുന്ന, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ നിരത്തിയിട്ടിരുന്ന വാഹനങ്ങളെ അതൊക്കെ മായിൻ ഹാജി പറഞ്ഞു. താങ്കൾ പറയേണ്ടത്, താങ്കളുടെ മറുപടി പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ഇന്ന് ഫോക്കസ് ചെയ്തത് സഭാരേഖകളിൽ നിന്നും നീക്കുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. അതാണ് ഒരു വൈര്യനിരാധന ബുദ്ധിയോടെ സ്പീക്കറിനെതിരെ ശബ്ദിക്കുന്നു. ആ കോൺഗ്രസിന്റെ വൈര്യനിരാധന അവിടെ കോൺഗ്രസ് അവിടെ രാവിലെ അടിയന്തര പ്രമേയത്തിൽ താനൂർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള CPM അക്രമവുമായി ബന്ധപ്പെട്ട് അവിടെ CI അലവിയുടെയും തിരൂർ CI ജയകുമാറിന്റെയും നേതൃത്വത്തിൽ ക്രൂരമായ രീതിയിൽ ലീഗുകാരെ പീഡിപ്പിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തെ ഏകപക്ഷീയമാക്കിക്കൊണ്ട് ലീഗുകാർക്കെതിരെ മാത്രം കേസെടുക്കുന്ന സമീപനത്തിനെതിരായി ശംസുദ്ദീൻ MLA അവിടെ അടിയന്തര അവിടെ അടിയന്തര പ്രമേയം സാധാരണഗതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയേണ്ടത് ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആള്. പക്ഷെ സ്പീക്കർ അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. റൂളിങ്ങിന് വിരുദ്ധമായി കൊണ്ട് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഇതിൽ ആരോപിക്കപ്പെട്ട വ്യക്തിയായ അഥവാ അക്യൂസ്ഡായി ശംസുദ്ദീൻ ആരോപിക്കപ്പെട്ട ഇപ്പൊ എഴുന്നേറ്റ് പോയ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ MLA മറുപടി പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. അത് ക്രമവിരുദ്ധം, ചട്ടവിരുദ്ധം, റൂളിങ്ങിന് വിരുദ്ധം. അങ്ങനെ പിന്നെ അപ്പോ ശംസുദ്ദീൻ എഴുന്നേറ്റ് ചോദിച്ചു, ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയല്ലേ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പല്ലേ മറുപടി പറയേണ്ടത്? ഞങ്ങൾ പ്രതിസ്ഥാനത്ത് ചൂണ്ടിക്കാണിച്ച MLA എഴുന്നേറ്റ് നിന്ന് പറയാൻ സ്പീക്കർ എന്തിന് അനുവാദം കൊടുത്തു? മാത്രമല്ല സഭയ്ക്കകത്ത് 16 വയസ്സുള്ള പെൺകുട്ടിയെ ലീഗുകാർ പീഡിപ്പിക്കപ്പെടുന്നു, കയ്യേറ്റം ചെയ്തു പരസ്യമായി പറഞ്ഞ വാചകം, അതാണ് പ്രശ്നം. 16 വയസ്സുമായുള്ള പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വാചകം അത് രേഖയിൽ നിന്ന് നീക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ ഇടയ്ക്ക് നിന്ന് മീൻ പിടിക്കുന്നു. അതായത് റൂളിംഗ്, സ്പീക്കർ, സഭാരേഖകളിൽ നിന്ന് നീക്കൽ ഒക്കെ അതിന്റെ അടിസ്ഥാനമാണ്. അവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന സംസാരിക്കാൻ അവസരം ശ്രീ ഷഫീർ എത്താം. ഈ ജയൻ അവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. ആ പ്രദേശത്ത് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് ഈ ജയൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ഈ ജയൻ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത്തരത്തിൽ ലീഗും കോൺഗ്രസും ഒക്കെ പറയുന്നത് പോലാണോ അതിന്റെ യാഥാർത്ഥ്യം? താങ്കൾ പ്രതിയാണോ ഇതിൽ? അല്ല, ഇതിൽ ലീഗും കോൺഗ്രസും പറയണതല്ല അവിടെ സംഭവിക്കുന്നത്. ലീഗിന്റെ അധീശത്വ കേന്ദ്രമാണ് ചാപ്പപ്പടി പണ്ടാരംകടപ്പുറം എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്ത് ഇന്ന് ആദ്യമായിട്ടല്ല, വി അബ്ദുറഹ്മാൻ MLA പറഞ്ഞ പോലെ വളരെ കാലം മുമ്പ് തുടങ്ങിയ സംഘർഷമാണ്. അവിടെ കോൺഗ്രസ്സുകാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദിന്റെ പൊതുയോഗം കയ്യേറിയ സ്ഥലമാണ്. ഇവിടെ അബ്ദുറഹ്മാൻ പറഞ്ഞല്ലോ, MLA പറഞ്ഞല്ലോ, നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് മൗദൂദ് മൗലവിനും കയ്യേറിയ സ്ഥലമാണ്. നഫീസത്ത് ബീവിനെ കയ്യേറിയ സ്ഥലമാണ്. പരിണിതപ്രജ്ഞനായ EK ബിച്ചുവാവയെ കയ്യേറിയ സ്ഥലമാണ്. ആരെയാ കയ്യേറാത്തത്? മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന അവിടുത്തെ MLA ആയിരുന്ന ഡോക്ടർ സിയംകുട്ടി. ആ സിയംകുട്ടിയെ കയ്യേറിയ സ്ഥലമാണ്. മുസ്ലിം ലീഗിന് ആരവിടെ എതിരു നിൽക്കുന്നുവോ അവരെ മുഴുവൻ കയ്യേറിയ ചരിത്രമാണ് മുസ്ലിം ലീഗിന്റെ കൈവശമുള്ളത്. പിന്നെ എന്ത് ന്യായമാണ് ഇവർ പറയുന്നത്? ഈ സംഭവം 957 സഖാവ് ബാപ്പുവേട്ടനാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിന്നത്. ആ പാവപ്പെട്ട ബാപ്പുവേട്ടനെ ആക്രമിച്ച നാടാണത്. CITന്റെ ഒരു ജാഥയെ ക്രൂരമായി ആക്രമിച്ച നാടാണത്.
അതേപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വി അബ്ദുറഹ്മാൻ അവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ ആ വി അബ്ദുറഹ്മാനെ ഭീകരമായി മർദ്ദിച്ച നാടാണത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആക്രമിച്ചു, ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും മർദ്ദിച്ചു. അത് കഴിഞ്ഞ് വി അബ്ദുറഹ്മാൻ നിയമസഭയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ആ വി അബ്ദുറഹ്മാനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആക്രമിച്ചു. മഹാഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇന്നത്തെ അവിടുത്തെ തിരൂർ AGP ആയിട്ടുള്ള അഡ്വക്കേറ്റ് റൌഫ്, അതേപോലെ ന്യൂനപക്ഷ കമ്മീഷന്റെ ഡയറക്ടറായിട്ടുള്ള ഉസ്മാനാജി കോൺഗ്രസ് അല്ലേ, കോൺഗ്രസ്സുകാർ അവിടെ ഇരിക്കണില്ലേ? ഇവരൊക്കെ ആക്രമിക്കപ്പെട്ടില്ലേ? ഈ ആക്രമിക്കപ്പെട്ട സ്ഥലമാണ് പണ്ടാരംകടപ്പുറം ചാപ്പപ്പടി എന്ന് പറയുന്ന സ്ഥലം. ഒരു മനുഷ്യന് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റൂല. ഒട്ടുംപുറം ടൂറിസം കേന്ദ്രത്തിൽ നിന്ന് താനൂരെത്താനുള്ള ഏക മാർഗ്ഗമാണ് ചാപ്പപ്പടി പണ്ടാരംകടപ്പുറം മേഖല. അതിലൂടെ CPIM-ന്റെയോ ഏതെങ്കിലും എതിർപക്ഷക്കാരോ കടന്നുപോയാൽ ആക്രമിക്കും, ലീഗ് ആക്രമിക്കും. ലീഗിന്റെ ഗുണ്ടായിസാണ്. ആ ഗുണ്ടായിസത്തിനെതിരാണ് അവിടെ ചെറുത്തുനിൽപ്പുണ്ടാവുന്നത്. ആ ചെറുത്തുനിൽപ്പിനെതിരായിട്ടാണ് അവരവിടെ ഭീകരമായി ആക്രമിച്ചിരുന്നത്. ഇവരെന്താ സ്ത്രീകളെ ആക്രമിച്ചിട്ടില്ലേ? സ്ത്രീകളെ കടന്നു പിടിച്ചിട്ടില്ലേ? അബ്ബാസിന്റെ വൈഫിനെ കടന്നു പിടിച്ചത് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഇസാഖല്ലേ? അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? കഴുത്തിന് പിടിച്ചു പൊന്തിച്ചില്ലേ? അദ്ദേഹത്തിന്റെ സ്കൂൾ കുട്ടിനെ മർദ്ദിച്ചില്ലേ? എത്ര വയസ്സായിട്ടുണ്ട് ആ സ്കൂൾ കുട്ടിക്ക്? ഏത് പെൺകുട്ടിയുടെ കാര്യം ഇവർ പറയണത് നിയമസഭയ്ക്കകത്ത്? അപ്പൊ എല്ലാ തോന്നിയാസവും ചെയ്യാണ്. എല്ലാ തോന്നിയാസവും ചെയ്തിട്ട് വി അബ്ദുറഹ്മാൻ ജയിച്ചാൽ ഞങ്ങൾ ഇനി അവിടെ അയാളെ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ അനുവദിക്കൂല. മുൻ MLA ആയിട്ടുള്ള അവിടെ പരാജയപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താൻ ഇതിന് നേതൃത്വം കൊടുക്കൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഇത് നിരന്തരമായ സംഘർഷമാണ്. യാതൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ചുവന്ന മുണ്ടെടുത്ത് CPIM-ന്റെ ഒരാള് കടലിന് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ചുവന്ന മുണ്ടൊന്ന് വണ്ടിയിൽ നിന്ന് പാറി കളിച്ചു എന്നതിന്റെ പേരിലല്ലേ ഭീകരമായ സംഘർഷം ഉണ്ടായത്? എത്ര വീടുകളാണ് ഇവർ തകർത്തത്? ആ തകർത്ത വീടിന്റെ എണ്ണം മായിനാജിയും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവും ഒന്ന് എടുക്കട്ടെ. കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിഷ്പക്ഷമായി പരിശോധിക്കുക. 970-ൽ കോൺഗ്രസ് ആണ് ഏറ്റവും ശക്തമായിരുന്നത്, CPM അല്ല. ആ കോൺഗ്രസിനെ അടിച്ചൊതുക്കിയതാണ് ചാപ്പനങ്ങാടി പണ്ടാരംകടപ്പുറം മേഖലയിൽ താനൂർ പ്രദേശത്തെ പഴയ തെരുവ് ഭാഗത്ത് മുഴുവൻ കോൺഗ്രസിനെ അടിച്ചൊതുക്കി. അതിൽ ഏറ്റവും പരിക്ക് പറ്റിയ പ്രസ്ഥാനം കോൺഗ്രസ് അല്ലേ? ഇത് നാട്ടിലെല്ലാവർക്കും അറിയില്ലേ? ഇല്ലെങ്കിൽ നാട്ടിലെ കോൺഗ്രസിനോടൊന്ന് കോൺഗ്രസ്സുകാർ ചോദിക്കട്ടെ. ഇത് CPM-നെതിരെ മാത്രം ഉണ്ടായതല്ല. ഉമ്മർ ബാഫയ്ക്ക് തങ്ങളാരാ? ലീഗിന്റെ നേതാവായിരുന്നില്ലേ? ആ ഉമ്മർ ബാഫയ്ക്ക് തങ്ങളെ കയ്യേറ്റം ചെയ്ത സ്ഥലത്തിന്റെ പേര് പണ്ടാരംകടപ്പുറം ചാപ്പപ്പടി എന്നല്ലേ? ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടല്ലേ ഇവർ പറയുന്നത്? ഭീകരമായ ആക്രമണം നടത്തുക. മുസ്ലിം ലീഗിന്റെ അധീശത്വ കേന്ദ്രമാണ്. ഒരാൾക്ക് പോലും അവിടെ ചെന്ന് നിൽക്കാൻ കഴിയില്ല. എല്ലാ ഭീകരമായ ആക്രമണങ്ങളും നടത്തുക. ആ ആക്രമണം നടത്തിയിട്ട് അതിനെ ചാനൽ സ്റ്റുഡിയോകൾ വന്നിരുന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ത് ന്യായത്തിന്റെ പുറത്താണ്? മുസ്ലിം ലീഗ് നേതാക്കന്മാർ മറുപടി പറയണം. ഉണ്ണിയാൽ കടപ്പുറല്ലേ തൊട്ടപ്പുറത്തുള്ളത്? 20ഓളം വരുന്ന ചെറുപ്പക്കാർ ഒരു ഗ്രൗണ്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭീകരവാദികളുടെ ശൈലിയിലല്ലേ ആക്രമിച്ചത്? രണ്ട് സഖാക്കൾ വളരെയധികം ഏറ്റവും ഭീകരമായ മർദ്ദനത്തിന് വിധേയരായി ഇന്നും ജീവിക്കല്ലേ? ഇത് മുസ്ലിം ലീഗ് ചെയ്തതല്ലേ? അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവിനെ ആക്രമിക്കാൻ മെനക്കെട്ടില്ലേ? അവിടുത്തെ 3ഓളം വരുന്ന സഖാക്കളെ വേറെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചില്ലേ? CPIM എന്ത് പ്രതികരണം നടത്തിയത്? CPIM-ന്റെ ഭാഗത്ത് നിന്ന് എന്ത് ആക്രമണം ഉണ്ടായത്? ഇത് മുഴുവൻ നടത്തിയിട്ടും ഇതിനെ ന്യായീകരിക്കുകയാണ്. വള്ളം വലി 25 ലക്ഷം രൂപയുടെ വള്ളം വലിയല്ലേ ഇവർ കത്തിച്ചത്? ഏത് ലീഗുകാരുടെ ഞാൻ കാണാൻ താല്പര്യമുണ്ട്. എവിടെയെങ്കിലും പറയരുത്. സഖാവ് കേൾക്കൂ. നിങ്ങൾ ചാപ്പപ്പടിയിലെ ബന്ധപ്പെട്ട വിഷയത്തിൽ DYFI-ക്കാർ സ്ഥലത്ത് പോയില്ലേ? DYFI-ക്കാർ ആരും തന്നെ സംഘർഷത്തിൽ ബന്ധപ്പെട്ടില്ലേ? ഒരാളെപ്പോലും അവിടെ പോയില്ല എന്നാണോ ശ്രീ ജയകുമാർ താങ്കൾ പറയുന്നത്? നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട ഏരിയ കമ്മിറ്റിയുടെ ആളല്ലേ? നിങ്ങളെവിടെ പോയോ? സമാധാനവുമായി ബന്ധപ്പെട്ട് പോയില്ലല്ലോ. ചാപ്പപ്പടിയിൽ സംഘർഷം നടന്നു പറയപ്പെടുന്ന സ്ഥലത്ത് നിന്നും 6 കിലോമീറ്റർ മാറി ഓട്ടുംപുറത്ത് എങ്ങനെയാണ് സംഘർഷം ഉണ്ടായത്? ഓട്ടുംപുറത്ത് സംഘർഷം തുടങ്ങി വെച്ചത് ആരാ? നിങ്ങളല്ലേ തുടങ്ങി വെച്ചത്? ഞാൻ ചോദിക്കുന്ന ശരിയിൽ മുതലകളെയും കുരങ്ങളെയും കത്തിച്ചതുപോലെയല്ലേ നിങ്ങൾ 86 പ്രാവുകളെ കത്തിച്ചത്? അതിന്റെ ജഡം ഇന്ന് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ കണ്ടോ? ആരാ കത്തിച്ചത്? ലീഗുകാരല്ലോ. നിങ്ങൾ മനുഷ്യനെ കൊല്ലുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ പറഞ്ഞില്ല ഒരു വീട് തീയിട്ടു. ജയകുമാർ പ്രാവിനെ കത്തിച്ചോ ഇല്ലയോ? നിങ്ങൾ പ്രാവിനെ കത്തിച്ചോ ഇല്ലയോ? CPM-ന് എന്താ ഭ്രാന്തുണ്ടോ? നിങ്ങൾ പ്രാവിനെ കത്തിച്ചോ ഇല്ലയോ? ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കളുടെ ഇത്രയും നേരമായി ചർച്ചയിലേക്ക് എത്താൻ പറ്റാതിരുന്നത് അനിവാര്യമായ ചില ഘട്ടങ്ങളിലൂടെ ഒഴുകിയത് കൊണ്ട് മാത്രമാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ നാം പരിശോധിക്കപ്പെടേണ്ടത് ഇതിന്റെ ഒരു വർഗ